2023 മലയാളത്തിന്റെ പ്രിയപ്പെട്ട കലാകാരൻ കൊല്ലം സുധി അപ്രതീക്ഷിതമായി വിടവാങ്ങിയത്. തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്നിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിലായിരുന്നു കൊല്ലം സുധി മരിച്ചത്. അതിനുശേഷം ഭാര്യ രേണുവും 2 മക്കളും അടങ്ങുന്ന കുടുംബത്തിന് സഹായവുമായി നിരവധി സന്നദ്ധ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല ഇവർക്കായി ഒരു വീട് വെച്ച് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനു പിന്നാലെ രേണു സുധിയുടെ പേരിൽ നിരവധി വിവാദങ്ങൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട്. രേണു ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിക്കുന്നതിൽ നിരവധി പേർ വിമർശനവുമായി രംഗത്തെത്തുന്നുണ്ട്. പിന്നാലെ കൊല്ലം സുധിയുടെ മകൻ രാഹുൽ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ച കുറിപ്പ് വൈറലായിരുന്നു. അച്ഛന്റെ മരണത്തിന് ശേഷം ജീവിതത്തിലുണ്ടായ ഉയർച്ചയും താഴ്ചയും നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും തന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കൊല്ലത്തെ ജീവിതവും നേരിടേണ്ടി വന്ന പ്രതിസന്ധികളും അറിയണമെന്ന് തനിക്ക് തോന്നുന്നുവെന്നും രാഹുൽ ആ കുറിപ്പിൽ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ നിരവധി പേരാണ് രാഹുലിനെ പിന്തുണച്ച് രംഗത്തെത്തിയത്. പറയാനുള്ളത് എന്തായാലും തുറന്നു പറയണമെന്നും കേൾക്കാൻ തങ്ങൾ തയ്യാറാണെന്നും പലരും പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ യൂട്യൂബ് ചാനൽ തുടങ്ങി സമൂഹ മാധ്യമങ്ങളിൽ സജീവമാവുകയാണ് കിച്ചു എന്ന രാഹുൽ ദാസ്. കിച്ചു RD എന്നാണ് രാഹുലിന്റെ യൂട്യൂബ് ചാനലിന്റെ പേര്. കൊല്ലം സുധിയുടെ ഭാര്യ രേണുവും കഴിഞ്ഞ ദിവസം വ്ലോഗിംഗ് ആരംഭിച്ചിരുന്നു. രേണു സുധി എന്ന് തന്നെയാണ് ചാനലിന്റെ പേര്. സുധിയുടെ ആദ്യ വിവാഹത്തിലെ മകനാണ് കിച്ചു എന്ന രാഹുൽ. കൊല്ലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് രാഹുൽ ഇപ്പോൾ പഠിക്കുന്നത്. സുധിയുടെ മരണശേഷവും രേണുവിനൊപ്പം തന്നെയാണ് കിച്ചുവിന്റെ താമസം. സുഹൃത്തുക്കൾക്കും കസിൻസിനുമൊപ്പമുള്ള വീഡിയോകളും ഇളയ സഹോദരൻ ഋതുവിനെ സർപ്രൈസായി കാണാൻ പോകുന്ന വീഡിയോയും ജിം വ്ലോഗുമൊക്കെയാണ് രാഹുൽ ദാസ് ഇതുവരെ യൂട്യൂബിൽ പങ്കുവച്ചിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.